യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന കമ്പനി ഇന്നലെ മാത്രം 550 സർവീസുകളാണ് റദ്ദാക്കിയത്. വിഷയം കമ്പനി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചു. ഗുവാഹത്തി വിമാനത്താവളത്തിൽ 24 മണിക്കൂറിലേറെയായി 40ഓളം മലയാളികൾ കുടുങ്ങിക്കിടക്കാണ്. പുലർച്ചെ പുറപ്പെടേണ്ട തിരുവനന്തപുരം ഷാർജ വിമാനം ഇതുവരെയും പുറപ്പെടാനാവാത്തതിനാൽ നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായി. ബൽറാം നെടുങ്ങാടി, ആർ സീത്ത് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ കൈമുറിഞ്ഞ വാശി എന്ന പഴഞ്ചൊല്ലായി പറയാറുണ്ട്. ആ പറഞ്ഞ മട്ടിലായി പോയി. ഇപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ടിക്കറ്റ് എടുത്തു പോയി, ഓരോരോ വിമാനത്താവളത്തിൽ പെട്ടും പോയി, 5, 6, 7, 8, 9, 10 മണിക്കൂർ കുടുങ്ങി കിടക്കുക. ആകെ പുകിലാണ് ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. രാജ്യത്തെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നിലൂടെയാണ് കഴിഞ്ഞ 2 ദിവസമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻഡിഗോ കമ്പനിയിലുണ്ടായ സാങ്കേതിക പിഴവ്, ഒപ്പം തന്നെ ഈ അവരുടെ ജീവനക്കാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ എന്നിവയാണ് ഇത്ര വലിയ ഒരു പ്രതിസന്ധിക്ക് കാരണമായത് എന്നാണ് കമ്പനി വിശദീകരിക്കുന്നത്. അതേസമയം 550 വിമാന സർവീസുകളാണ് ഇന്നലെ മാത്രം രാജ്യത്ത് റദ്ദാക്കിയിരിക്കുന്നത്. ഇതിലൂടെ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അസമിൽ 24 മണിക്കൂറിലേറെയായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിലെ കമ്പനിയുടെ പാളിച്ച എന്നുള്ളത്, ഒരു വിമാനം റദ്ദാക്കുമ്പോൾ 2-3 മണിക്കൂർ ശേഷം ആ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കുമെന്ന ഉറപ്പ്, പാലിക്കപ്പെടാനാകാത്ത ഉറപ്പ് യാത്രക്കാർക്ക് നൽകുന്നു. ആ സമയപരിധി നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. 24 മണിക്കൂറിന് ശേഷം പിന്നീട് അത് റദ്ദാക്കിയതായി അറിയിക്കുന്നു, വീണ്ടും ഒരു സമയം കൊടുക്കുന്നു. ഇത്തരത്തിൽ യാത്രക്കാരെ കുടുക്കിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയായി തന്നെയാണ് കേന്ദ്ര സർക്കാരും വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഈ പ്രതിസന്ധിയെ കമ്പനി കൈകാര്യം ചെയ്ത രീതിയിൽ കേന്ദ്ര സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഈ വിമാന കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്നുള്ളത്, അടുത്ത 3 ദിവസത്തേക്ക് കൂടി ഇത്തരത്തിലുള്ള പ്രതിസന്ധി തുടരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കമ്പനി അറിയിക്കുന്നത് ഇത് പരിഹരിക്കാൻ അല്പം കാലതാമസം എടുക്കും എന്ന് തന്നെയാണ്. ഡിസംബർ 8-ന് ശേഷം തങ്ങളുടെ ഷെഡ്യൂളുകൾ കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ കുറയ്ക്കാനാണ് കമ്പനിയുടെ തീരുമാനം. അതുവരെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി തുടരും. നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട സർവീസുകളാണ് ആയതുകൊണ്ട് തന്നെ അതിൽ കൈകാര്യം ചെയ്യാൻ ഇനി കഴിയില്ല. 8 മുതൽ പിന്നീട് സർവീസുകൾ കുറച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയെ, അല്ലെങ്കിൽ ഏറ്റെടുത്ത സർവീസുകൾ പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് കമ്പനി ഉള്ളത്. ഫെബ്രുവരി 10ഓടെ മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നുമാണ് കമ്പനി DGCA അറിയിച്ചിരിക്കുന്നത്. അതുവരെ ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകണമെന്ന ആവശ്യമാണ് കമ്പനി DGCAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒരു ഉറപ്പും DGCA നൽകിയിട്ടില്ല. ഇക്കാര്യം അപേക്ഷയായി സമർപ്പിക്കാനും പരിശോധിച്ച ശേഷം ഇക്കാര്യം പരിഗണിക്കാമെന്നുമാണ് DGCA അറിയിച്ചിരിക്കുന്നത്. ഹഷ്മി, നമുക്ക് തിരുവനന്തപുരത്തെ അവസ്ഥ കൂടെ നോക്കാം. തിരുവനന്തപുരത്ത് ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കമ്പനി ഈ വിഷയം കൈകാര്യം ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന് പറയുന്നുണ്ട്. പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ജോലി, ചികിത്സ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുമായിട്ട് പോകേണ്ട ആൾക്കാരാണ്. തിരുവനന്തപുരത്തെ അവസ്ഥ എന്താണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ 1:05-ന് ഷാർജയിലേക്ക് പുറപ്പെടേണ്ട ഇൻഡിഗോ വിമാനമാണ് അനിശ്ചിതമായി യാത്ര വൈകി നിൽക്കുന്നത്. രാത്രി 11 മണി 11:30 ചെക്ക് ഇൻ ചെയ്ത യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പാണ് വിമാനം വൈകുമെന്ന കാര്യം ഇൻഡിഗോ അധികൃതർ അറിയിക്കുന്നത്. വെളുപ്പിനെ 5:30-ന് പുറപ്പെടുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ്. പിന്നീട് അത് 7:30 മാറി. പിന്നീട് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഉച്ചയ്ക്ക് 12:30-ന് പോകുമെന്നാണ്. നേരത്തെ ബൽറാം സൂചിപ്പിച്ച പോലെ എപ്പോൾ ഈ വൈകുന്ന യാത്രാവിമാനം എപ്പോൾ പോകുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ ഈ ഇൻഡിഗോ ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. കാരണം ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ഗൾഫിൽ ജോലിക്കും മറ്റും എത്തി ഹാജരാകേണ്ട ആളുകളാണ് അടിയന്തരമായി ടിക്കറ്റ് എടുത്തത്. ഇൻഡിഗോയിൽ ഈ ഡ്യൂട്ടി ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട പുനഃക്രമീകരണ പ്രശ്നങ്ങൾ മൂലം സർവീസുകളെ ബാധിക്കുമെങ്കിൽ അത് ഈ വിമാന കമ്പനി അധികൃതർ നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിക്കേണ്ടതായിരുന്നു. മിനിഞ്ഞാന്നും മറ്റും ബുക്ക് ചെയ്ത വെബ്സൈറ്റിൽ ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ ഷാർജ ടിക്കറ്റിന്. അങ്ങനെ ടിക്കറ്റ് എടുത്ത ഒരാളെ ഞാൻ ഈ യാത്രക്കാരനെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വെബ്സൈറ്റിൽ നിന്ന് ആ സർവീസിൽ ബുക്കിംഗ് ഒഴിവാക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ വൈകുമെന്ന് അറിയിക്കാമായിരുന്നല്ലോ. അപ്പോൾ പ്രതിസന്ധി നേരിടുമ്പോഴും അവർ ബുക്കിംഗ് എടുക്കുന്നുണ്ട്, വലിയ വിലയ്ക്ക് ടിക്കറ്റുകൾ നൽകുന്നുണ്ട്. എന്നിട്ടും കൃത്യമായ സർവീസ് നടത്താൻ ഇൻഡിഗോ അധികൃതർക്ക് കഴിയുന്നില്ല. ഇതുമൂലം യാത്രക്കാർ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലാണ്. മണിക്കൂറുകളായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ടെർമിനലിൽ ആളുകൾ വിമാന സർവീസ് പോകുന്നതിനായി
വിമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പറയുന്നത് 12:30 യാത്ര പുറപ്പെടുമെന്നാണ്. അപ്പോഴും ഉറപ്പ് പറയാൻ ഈ ഇൻഡിഗോ ജീവനക്കാർക്ക് കഴിയുന്നില്ല. കഴിയുന്നില്ല. യാത്രക്കാർ ദുരിതത്തിലാണ്, കഷ്ടപ്പാടിലാണ്. ഒരു ശരത് സഹദേവൻ എന്നൊരു യാത്രക്കാരൻ ചേരുന്നുണ്ട്. ശരത്ത് ഷാർജയിലേക്ക് പോകാൻ കയറിയതാണോ? അല്ല, ഞാന് വരുന്നത് ഗുവാഹട്ടി ടു കോയമ്പത്തൂരാണ് എന്റെ ഫ്ലൈറ്റ് ഉള്ളത്. ഓ, എന്താ പറയുന്നത്? 4-ാം തീയതി വെളുപ്പിന് തൊട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ്. 4-ാം തീയതി വെളുപ്പിന് വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയി, വൈകുന്നേരം 6 മണിക്കെന്ന് പറഞ്ഞു. നേരത്തോട് നേരമായി. 4-ാം തീയതി രാവിലെ എത്തി, 5-ാം തീയതി രാവിലെ ആയി. ഇനിയും കൺഫേം ആയിട്ടില്ല ഫ്ലൈറ്റ് പോകുന്ന കാര്യം. അത് ഏത് ഫ്ലൈറ്റ് ആണെന്ന കാര്യം ഇനിയും കൺഫേം ആയിട്ടില്ല. അവരിപ്പൊ എനിക്ക് രണ്ടാമത് റീഷെഡ്യൂൾ ചെയ്തത് ഇന്നലെ രാത്രി 3 തൊട്ട് റീഷെഡ്യൂൾ ചെയ്ത് തന്നിരുന്നു. ശരത്തെ, ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ഞാൻ സ്പൈനൽ കോഡിന്റെ സർജറി കഴിഞ്ഞിട്ട് മെഡിക്കൽ ലീവ്. ഞാൻ ആർമിയിലാണ് വർക്ക് ചെയ്യണത്. സ്പൈനൽ കോഡിന്റെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ ലീവില്. അതീവ ആരോഗ്യ പ്രശ്നമുണ്ട്, വീൽ ചെയറിലൊക്കെ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അപ്പോൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടുങ്കൈയാണ്. കമ്പനി എന്താണ് ഇപ്പൊ പറയുന്നത്? കമ്പനിയുടെ ഭാഗത്തുനിന്ന് കൈയൊഴിഞ്ഞ ലക്ഷണമാണ് എല്ലാവരോടും. ഒരുപാട് 10-40 മലയാളികളോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. രാത്രി എവിടെയെങ്കിലും അക്കോമഡേഷൻ തന്നായിരുന്നോ? അത് അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നോ? രാത്രി എവിടെയെങ്കിലും അക്കോമഡേഷൻ തന്നായിരുന്നോ? അതോ അതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വന്നോ? ഇല്ല, ഒന്നും തരുന്നില്ല. ഫുഡ് അടക്കം പോലും അവര് തരുന്നില്ല. ഫുഡിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം പറയുന്നത് അതൊന്നും നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 200 ഫ്ലൈറ്റോളം ക്യാൻസലായി. എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള ഇതൊന്നും നമുക്ക് ആരെങ്കിലും ഓർഡർ കിട്ടിയിട്ടില്ല. ഈ ആരോഗ്യ പ്രശ്നം പറഞ്ഞില്ലേ, ഇത്രയും ആരോഗ്യ പ്രശ്നമുള്ള ഒരാൾക്കെങ്കിലും അത്രയും സൗകര്യങ്ങൾ കൊടുക്കണ്ടേ? ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് അതായത് അവരുടെ സ്റ്റാഫിന് എടുക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ ലോഡാണ് അവരുടെ സ്റ്റാഫുകൾ ഓൾറെഡി അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ആൾക്കാർ പലരും വഴക്കായിട്ടും പിന്നെ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ വരെ ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇത് ഏത് വിമാനത്താവളമാണ്? ഇത് ഗുവാഹട്ടി. ഇന്നലെ ഹൈദരാബാദില് വലിയ പ്രതിഷേധവും വിമാനത്താവളത്തിനകത്ത് മുദ്രാവാക്യം വിളിച്ച് നമ്മുടെ പ്രതിഷേധ പ്രകടനം പോലെ അതും സാധാരണ എയർപോർട്ടിനകത്ത് കാണാത്തതാണ്. വേറെ നിവൃത്തിയില്ലാതെ ചെയ്യുന്ന അഭാവങ്ങളല്ലേ? അതെ, ഒരു രക്ഷയില്ല. കാരണം ഒന്നാമത് എയർപോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഒരിക്കലും നമുക്കൊരു സാധാരണക്കാരന് ഒരിക്കലും ഒരു 2 നേരം ഫുഡ് കഴിക്കുന്ന രീതിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ പോക്കറ്റ് കാലിയാവും. അപ്പോ ഇന്നലെ അതായത് ഇവിടെ 24 മണിക്കൂറിന് ശേഷം വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരു വെള്ളത്തിനാണെങ്കിൽ നമ്മൾ 120 രൂപ എടുത്ത് കൊടുക്കണം. ഒരു ചായ കുടിക്കണം തന്നെ വലിയ പാടാ. അതെ അതെ, സാധാരണക്കാരൻ പറ്റുന്ന പണിയല്ല എയർപോർട്ടിനകത്തെ ചായ കുടിയും കോപ്പി കുടിയും. ഇപ്പൊ എനിക്ക് എന്നിട്ട് എന്റെ ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പറേഷനാണ്. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഇതുപോലെ അധികം നേരം ഇരിക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവരെന്റെ അടുത്ത് പറഞ്ഞത് ഹോട്ടൽ നമുക്ക് എന്തായാലും ബുക്ക് ചെയ്ത് തരാൻ പറ്റില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ, പക്ഷെ വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഇൻഡിക്കയുടെ കയ്യിൽ നിന്ന് അതൊരു നമുക്ക് ഈ പോയിന്റ് കിട്ടുമല്ലോ, ആ പോയിന്റ് വേണേ ആഡ് ചെയ്ത് തരാന്നാ പറയുന്നത്. ഒരുപാട് പോയിന്റ്സ് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ആ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാനാ? എന്തായാലും ആരോഗ്യം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു പരിഹാരം, ഈ സമയത്ത് റെസ്റ്റ് ആവശ്യമാണ്. അത്രയും സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, സ്പൈനൽ സർജറി അല്ലേ. അപ്പൊ ടേക്ക് കെയർ ശരത് സഹദേവൻ. താങ്ക് യു. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ, നട്ടലിന് സർജറി കഴിഞ്ഞ ആളാണ്. അപ്പോൾ അയാൾ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. ഇന്നലെ 4 മണിക്ക് പുലർച്ചെ 4 മണി ഇന്ന് പുലർച്ചെയാണ്. അക്കോമഡേഷൻ കൊടുക്കുന്നില്ല, ഫുഡ് കാര്യമായിട്ട് കൊടുക്കുന്നില്ല. അത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല, ഹൈദരാബാദിൽ രാജ്യത്തെ ഒട്ടുമിക്ക എല്ലാ വിമാനത്താവളങ്ങളും ഇന്ത്യ വിമാനങ്ങളും വല്ലാതെ നേരത്തെ നമ്മൾ എയർ ഇന്ത്യയാണ് എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്. എയർ ഇന്ത്യ ഒന്നും ഇത്രയും മനുഷ്യനെ കഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ വിമാനത്താവളങ്ങളിൽ ഈ കലാപം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വില പോലെ ഇപ്പൊ എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് കൊൽക്കത്തയിൽ വിസ ആവശ്യത്തിന് പോയതാണ്. 3 വിമാനങ്ങളിലായിട്ടാണ് മാറിക്കയറി പോകേണ്ടത്. ചെന്നൈയിലെത്തിയപ്പം വലിയ മോശമായിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പെരുമാറിയത്, കൈക്ക് പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ വിമാനത്താവളങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഹൈദരാബാദ് വിമാനത്താവളത്തിനകത്ത് മറ്റേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധം നടന്ന. സാധാരണ നമ്മൾ എയർപോർട്ടിനകത്ത് ഇങ്ങനത്തെയുള്ള മുദ്രാവാക്യം വിളിയൊന്നും കേൾക്കാറൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് പക്ഷെ നിയമപരമായും വലിയ പ്രത്യേകതയുള്ള സംഭവമൊക്കെ ആയിരിക്കാം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ക്ഷമയുടെ പരിധി വിട്ടിരുമ്പോൾ എന്താ ചെയ്യുക? അതങ്ങനെ ഉണ്ടാവുന്ന എന്തായാലും കാരണം ഒരു പരിഹാരം എയർപോർട്ടിലൊക്കെ ഉണ്ടാവുന്ന എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറിയതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാനാവില്ല. കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.